മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ്? അടിച്ചു പൊളിച്ചോ? കുഴപ്പമില്ല, എന്തൊരു കുഴപ്പമുണ്ടല്ലോ. ഇല്ല, അടിച്ചു പൊളിച്ചില്ല. ഹോസ്പിറ്റലായിരുന്നു. പനിയായിരുന്നോ? ആ, ഓ അറ്റാക്ക്. എങ്ങനെയുണ്ട് ഇപ്പൊ? ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ എന്നിട്ട്? ഓക്കെ ആയി. ഓക്കെ. ഞങ്ങളും ആഘോഷിച്ചു. അങ്ങനെ വലിയ ആഘോഷമൊന്നും ഉണ്ടായില്ല. കാരണം മദർ ഇൻ ലോ, ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു എന്നുള്ളത്. നവംബറിലാണ് മരിച്ചത്. അപ്പോ അങ്ങനെ ക്രിസ്മസ് ഒന്നും ഉണ്ടായില്ല. സ്റ്റാർ ഒക്കെ ഇട്ടു. ഓക്കെ ഓക്കെ. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ മിസ്സിനെ കണ്ടില്ലല്ലേ. അന്ന് നമുക്ക് കുറെ അവധിയും കാര്യങ്ങളും ഇലക്ഷൻ ഒക്കെ ആയിരുന്നല്ലോ. മിസ്സിന് ക്ലാസ്സിൽ കയറാൻ പറ്റിയിരിക്കില്ല. എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് എടുത്ത് ഇതായോ? ഞാനാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാത്തത്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തായിരുന്നോ തേർഡ് മൊഡ്യൂള്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്ചാർജ് പ്രോസസ്. ഞാൻ മാത്രമേ ഉള്ളൂ അല്ലെ? നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഏതായിരുന്നു സെക്കൻഡ് ചാപ്റ്റർ? ചെറിയ ചാപ്റ്റർ ആണോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലെ, ആതിര മിസ് എടുത്തത്. ഓക്കെ, കുറച്ച് ടഫാണല്ലേ? അത് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റർ എളുപ്പമാണ് കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് ഒക്കെ എളുപ്പമാണ്. 2 ദിവസം മതി അത് കംപ്ലീറ്റ് ആവാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഡിസാസ്റ്റർ എടുത്തല്ലേ, സ്റ്റാർട്ട് ആക്കിയല്ലേ? സ്റ്റാർട്ടായി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പഠിക്കാൻ മടിയായി തുടങ്ങിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലേ വീട്ടില്, വെക്കേഷൻ ആയതുകൊണ്ട്? ഓക്കെ. കുറച്ച് അല്ലെ. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള് ചില ചാപ്റ്റേഴ്സ് എളുപ്പമാണ്, ചില ചാപ്റ്റേഴ്സ് ടഫാണ്, ലെങ്തി ആണ്. അപ്പൊ നമുക്ക് എന്താ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അന്നെടുക്കുന്ന ചാപ്റ്റേഴ്സ് അന്നു തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് പോലെ 2 പേജ് 3 പേജ് അല്ല ഉള്ളത്, ലെങ്തി ആണ്. നമ്മുടെ ഈ ഡിസ്ചാർജ് പ്രോസസ് ഒക്കെ കുറച്ച് പേജുകളുള്ളൂ. അതൊക്കെ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാം. പിന്നീട് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അന്നാന്ന് എടുക്കുന്ന ചാപ്റ്റർ അന്നാന്ന് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് പറയുന്നതിന് നമ്മുടെ മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്തപ്പോ തുടങ്ങി ഞാൻ പറയാറുണ്ട് എല്ലാ ക്ലാസ്സിലും ലെങ്തി ആണ്, ടഫാണ് എന്നുള്ളത്. അപ്പോ നന്നായിട്ട് ഇരുന്ന് പഠിച്ചു വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ്സുകളൊന്നും മിസ്സാക്കരുത്. മിസ്സായിട്ടുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ് നിർബന്ധമായിട്ടും കാണാം, മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്ചാർജ് പ്രോസസ്. എന്താ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്? എന്താ ഡിസ്ചാർജ്? എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡിസ്ചാർജ് പ്രോസസ്?
എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നതിനെയാണ് അല്ലെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിനെയാണ് നമ്മള് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. A discharge from hospital is the formal release of patients from a hospital after a procedure of the course of treatment. അപ്പൊ എന്താണ് ഫോർമൽ റിലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ മീനിങ് എന്താ? ഫോർമൽ മീൻസ് ഔപചാരികമായ അല്ലെ? ഓക്കെ, ഔപചാരികമായിട്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ഫോർമൽ റിലീസിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഔപചാരികമായിട്ടുള്ള റിലീസിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ആ ചികിത്സയുടെ നടപടിക്രമത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ ഫോർമൽ ആയിട്ട് മോചിപ്പിക്കുന്നു അല്ലെ? ഇപ്പൊ ഒരു പനിയായിട്ട് ഒരു രോഗി വന്നു, ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം, അഡ്മിറ്റ് ആക്കേണ്ടതുണ്ട്. ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ കിടത്തിയിട്ട് ഡോക്ടർ എന്ത് കൊടുക്കുന്നുണ്ട്? ഡിസ്ചാർജ് കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ഫോർമൽ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മോചിപ്പിക്കുന്നു. അതിനെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, a discharge happens whenever the patient leaves hospital on the completion of treatment, signing out against a medical advice, transferring to another healthcare institutions or on death. ഇനി എങ്ങനെയൊക്കെ ഡിസ്ചാർജ് കൊടുക്കാം? നമ്മൾ പറഞ്ഞു ഒരു പനിയായിട്ട് വന്നപ്പോ ഡിസ്ചാർജ് അഡ്മിറ്റ് ആക്കി ഡിസ്ചാർജ് ആക്കുക. അതിനെയാണ് പേഷ്യന്റ് ലീവ്സ് ഹോസ്പിറ്റൽ ഓൺ ദി കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കുന്നു. അതിനുശേഷം എന്താണ്? വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞു വിടുന്നു അല്ലെ? ഇനി എന്താ? സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇതിന്റെ വേറൊരു നെയിമില് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന പോലെ തന്നെ വേറൊരു എന്തെങ്കിലും പേര് എവിടെയെങ്കിലും നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഡാമ അല്ലേ? ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ അതുപോലെ തന്നെയുള്ള സെയിം കൺസെപ്റ്റ് തന്നെയാണ് സാമ എന്നും ഇതിനെ പറയുന്നുണ്ട്. ഡാമ, സാമ. യെസ്, സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സാമ എന്നും ഷോർട്ട് ഫോമിൽ അതിനെ പറയാം കേട്ടോ. അതുപോലെ ലാമ, അതൊക്കെ നമ്മൾ പഠിക്കും. ലാമ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ലാമ, ഡാമ, സാമ എന്നിങ്ങനെ 3 പേരിൽ പറയുന്നുണ്ട്. അതിന്റെ കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് അല്ലെ? എന്താണ് ഡാമ എന്ന് പറഞ്ഞാല്? രോഗിയോ അല്ലെങ്കിൽ ഫാമിലിയോ നിർബന്ധിച്ചല്ലേ ഡോക്ടറുടെ വൈദ്യോപദേശം കൂടാതെ അല്ലെങ്കിൽ ഡോക്ടർ ഡിസ്ചാർജ് ആക്കാതെ ഡോക്ടറോട് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുന്ന ഒരു ഇതിനെയാണ് നമ്മള് ലാമ അല്ലെങ്കിൽ ഡാമ അല്ലെങ്കിൽ സാമ എന്നൊക്കെ പറയുന്നത് കേട്ടോ. സെയിം കൺസെപ്റ്റ് തന്നെയാണ്, പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്? അവരെന്ത് ചെയ്യുന്നുണ്ട്? നിർബന്ധിച്ച് അങ്ങനെ വീട്ടിലേക്ക് ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോ അവരെന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? അവിടെ ഒരു കൺസെന്റ് ഫോമില് എഴുതി ഒപ്പിട്ട് കൊടുക്കും അല്ലെ? ഇനി എന്തെങ്കിലും നമ്മള് എന്താണ് പോകുന്ന വഴിക്ക് രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് എന്താണ് ഹോസ്പിറ്റലുകാർ ഉത്തരവാദികളല്ല എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി വാങ്ങിച്ചിട്ടാണ് അവരെ പറഞ്ഞു വിടുന്നത്. ഓക്കെ, ട്രാൻസ്ഫറിങ് ടു അനദർ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി എങ്ങനെയാണ് വേറൊരു രീതിയിൽ ഡിസ്ചാർജ് കൊടുക്കുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോ രോഗികളെ ചികിത്സിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫിസിഷ്യൻ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മള് റെഫർ ചെയ്ത് വിടും അല്ലെ? ട്രാൻസ്ഫർ അല്ലെ? ഓക്കെ, അതാണ് ട്രാൻസ്ഫറിങ് ടു അനദർ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ഓൺ ഡെത്ത് അല്ലെ? മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴും നമുക്ക് എന്താണ്? അവിടെ നിന്നൊരു ഡിസ്ചാർജ് ആണ് ചെയ്തു തരുന്നത് അല്ലെ? രോഗി അവിടെ കിടന്ന് മരിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് കിടന്ന് മരിച്ചു, രോഗികളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ്സിനൊക്കെ ബോഡി വിട്ടു കൊടുക്കണം അല്ലെ? അപ്പോഴും നമുക്ക് എന്താണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡിസ്ചാർജ് ആണ് അവിടെ തരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ 4 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? പേഷ്യന്റ് ലിവ്സ് hospital on the completion of treatment, signing out against medical advice, transferring to another healthcare institutions. Okay.
Types of a hospital discharge procedures. Routine discharge ഉണ്ട്, AMA discharge ഉണ്ട്, transfer to another healthcare facility, discharge to hospice, palliative care. Okay, ഇനി ഓരോ ടൈപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? routine discharge, a planned discharge on the advice doctors. Routine discharge is referred to as the process of a patient being discharged from a hospital or healthcare facility after getting medical treatment or care. അപ്പൊ എന്താണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഡിസ്ചാർജിനെയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒരു രോഗിക്ക് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ എന്താണ് നല്ല രീതിയിൽ ചികിത്സ കൊടുക്കണം അല്ലെ. ചികിത്സ കൊടുത്ത് അത് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി ഒരു ഡിസ്ചാർജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒരു പനി വന്നപ്പോ ഒരാഴ്ച അവിടെ കിടത്തി, അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുന്നു ഡോക്ടർ. ഓക്കെ, അതിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ഡിസ്ചാർജ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഡിസ്ചാർജ് ആണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. The healthcare team will then provide the patient with information about their condition. അല്ലെ, ഹെൽത്ത് കെയർ ടീം ഡോക്ടേഴ്സും അതുപോലെ തന്നെ നഴ്സുമാര് രോഗികളോട് പറയും അല്ലെ നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, മരുന്നുകൾ എത്തരത്തിലുള്ള നമ്മൾ കഴിക്കണം, ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ഫോളോ അപ്പ് കെയർ, ഇനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നെസസറി ഫോർ ദം. ഇനി എന്തെങ്കിലും നമ്മൾ ഇപ്പൊ ഡയറ്റ് പ്ലാൻ അല്ലെ, ഇപ്പൊ മരുന്ന് നമ്മൾ എന്താണ് എത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, എത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടാത്തതുണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പറഞ്ഞു തരാറുണ്ട്. ഫോളോ അപ്പ് കെയർ, അതുപോലെ തന്നെ മെഡിക്കേഷൻസിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതും ഹെൽത്ത് കെയർ ടീം അത്തരത്തിലുള്ള ഇൻഫർമേഷൻസും രോഗികളോടോ അല്ലെങ്കിൽ ഫാമിലീസിനോടോ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തില് ഡിസ്ചാർജ് വരുമ്പോൾ. ഓക്കെ, സാധാരണയായിട്ട് കണ്ടുവരുന്ന ഡിസ്ചാർജ് ആണ്. ഇനി എന്താണ് AMA ഡിസ്ചാർജ്? നെക്സ്റ്റ് ആണ് ഇത് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. AMA ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ്സ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ്. അണ്ടർലൈൻ ചെയ്യാം, ഇതിന്റെ എക്സ്പാൻഡ് ഫോം ആണ് ചോദിക്കാറുണ്ട്. AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ്. നമ്മൾ പറഞ്ഞില്ലേ ലാമ ഡാമ സാമ എന്നതുപോലെ തന്നെയാണ് AMA ഡിസ്ചാർജ് വരുന്നത്. Which occurs when a patient takes a decision to leave a hospital or healthcare facility before their treatment is complete against the advice of their healthcare provider. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു നമ്മള് എന്താണ് ഇപ്പോ ലാമ ഡാമ സാമ ഒക്കെ കണ്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള ഒരു ഡിസ്ചാർജിനെയാണ് നമ്മൾ AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താണ് രോഗിക്ക് നമ്മൾ നിർബന്ധപൂർവം അല്ലെ, ഡോക്ടറിന്റെ അനുമതി ഇല്ലാതെ അല്ലെ, രോഗിയുടെ നിർബന്ധപൂർവം അല്ലെങ്കിൽ അതിന്റെ ഫാമിലീസിന്റെ നിർബന്ധപൂർവം നമ്മള് ഡിസ്ചാർജ് വാങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുന്നത് ആമ അല്ലെങ്കിൽ AMA അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്യും? കൺസെന്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലെ. പോകുന്ന വഴിക്ക് രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സോ മറ്റധികൃതരോ ഉത്തരവാദികളല്ല എന്നുള്ളത് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടാണ് അവരെ ഡിസ്ചാർജ് ആക്കിയിട്ട് വിടുന്നത്. AMA ഡിസ്ചാർജ് may occur for the variety of reasons. ഇനി AMA ഡിസ്ചാർജ് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ ചില റീസൺസ് ഉണ്ടാവാം. അത് എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇൻക്ലൂഡിങ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില പ്രായമായവരുണ്ടാവില്ലേ, അമ്മാമ്മമാരുണ്ടാവാം, അപ്പപ്പന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവര് അഡ്മിറ്റ് ആക്കുമ്പോ അവർക്ക് എന്താണ് എപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കാനോ കിടത്തി ഇങ്ങനെ കിടക്കാനായിട്ടൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കാം ഇല്ലേ. നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അപ്പാപ്പനെയും അമ്മാമ്മയെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അവർ 2 ദിവസം ചിലപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പറയും എനിക്ക് അസുഖമൊന്നുമില്ല, പോണം. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ മദറിൻലോനെ തന്നെ ICUലൊക്കെ കിടത്തിയപ്പോ എന്തിനാണ് കിടത്തിയിരിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ,
വേറെ റൂമിലേക്ക് മാറ്റാൻ പറ. മറ്റേ ഐസിയിൽ കിടക്കുമ്പോ എന്താണ് ആരോടും വർത്താനം പറയാനോ അല്ലെങ്കിൽ ആരെയും കാണാനൊന്നും പറ്റില്ല അല്ലെ. ആ വീട്ടിൽ പോണം എന്നുള്ളൊരു ഒരു ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമുക്ക് വീട്ടിൽ പോവാം അല്ലെങ്കിൽ ഡിസ്ചാർജ് ആക്ക്, ബോറിംഗ് ആണ് അല്ലെ. അതെ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കുമ്പോ അപ്പൊ പറയും അവരിങ്ങനെ നമ്മളെ കാണാൻ പോകുമ്പോ നമ്മൾ ഐസിയിലൊക്കെ കയറ്റുമല്ലോ. അപ്പൊ വിസിറ്റിംഗ് ടൈമിലൊക്കെ നമ്മൾ കയറുമ്പോ പറയാറുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ വേഗം റൂമിലോട്ട് ആക്കല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാന്ന് പറ. പക്ഷെ എന്താണ് ആൾക്ക് ചിലപ്പോ ഭയങ്കര സീരിയസ് സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം, ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ചെസ്റ്റിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പൊ ആ ടൈമിലൊക്കെ ആള് പറയുമായിരുന്നു എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്നെ വേഗം റൂമിലോട്ടാക്ക്. ഇങ്ങനെ സിസ്റ്റർമാരായാലും ഒന്നോ രണ്ടോ സിസ്റ്റർമാരൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ, വർത്താനം പറയാൻ പറ്റില്ല. പിന്നെ നമ്മള് റൂമിലോട്ട് ആക്കുമ്പോ എപ്പോഴും നമ്മൾ അടുത്തുണ്ടാവും, നമ്മളോട് വർത്താനം പറയാം, പിന്നെ പല ആളുകളും കാണാൻ വരും. അപ്പൊ ഒരു ബോറിങ്ങും കാര്യങ്ങളും ഉണ്ടാവില്ല. ആ ഓക്കെ അതെ, ചിലർക്ക് അങ്ങനെയാണ് സ്മെല്ലും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് പോവാം വീട്ടിൽ പോവാം അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ നിർബന്ധപൂർവ്വം നിർബന്ധിച്ച് വീട്ടിൽ പോകുന്നവരുണ്ടാവാം. പിന്നെന്താ ഡിസ്എഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ഇപ്പൊ ചില രോഗികള് അവര് പറയും എനിക്ക് ഇവര് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്റെ ഫിസിക്കൽ കണ്ടീഷനിൽ അല്ലെങ്കിൽ എനിക്ക് എന്റെ കണ്ടീഷൻ മോശമാകുന്നതല്ലാതെ ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല. ഇല്ലേ ചിലവര് പറയാറുണ്ട് ഇവര് ചെയ്യുന്നത് എന്തൊക്കെയാ, കുറെ മരുന്നുകൾ തരും പക്ഷെ മാറ്റമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. അങ്ങനെ ചിലവര് ചോദിക്കാറുണ്ട്. നമുക്ക് എന്താ മരുന്നുകൾ ഇങ്ങനെ കുറെ ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റു രോഗങ്ങൾ വരാറുണ്ട്. എന്റെ മദറിലൊക്കെ വന്നിരുന്നു. ഇപ്പൊ ഒരെണ്ണത്തിന് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെയും ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ട്രോക്ക്, അതുപോലെ തന്നെ സ്ട്രോക്കിന്റെയും ചെയ്യുമ്പോൾ ചിലപ്പോൾ കിഡ്നി കംപ്ലൈന്റ്, അങ്ങനെ പല അസുഖങ്ങളും വരാറുണ്ട്. അങ്ങനെ 1 മിനിറ്റ് കേട്ടോ. ഇല്ലേ അങ്ങനെ സംഭവിക്കാറില്ലേ? ഇപ്പൊ എന്തെങ്കിലും മരുന്നുകൾ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോ ഇപ്പൊ സോഡിയം കുറയും അല്ലെങ്കിൽ പൊട്ടാസ്യം കുറയും, അങ്ങനെ പല സൈഡ് എഫക്റ്റുകളും, കിഡ്നി കംപ്ലൈന്റ് വരും. അപ്പൊ എന്താണ് അസുഖങ്ങൾ ഇനി കൂടി വരുന്നുണ്ട്, പക്ഷെ എന്താണ് രോഗങ്ങൾക്ക് മാറ്റമോ അല്ലെങ്കിൽ കുറവോ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി എന്തിനാ ഞാനിവിടെ ചികിത്സിക്കുന്നത്, നമുക്ക് പോയാലോ വീട്ടില് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പലരും അങ്ങനെയാണല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. പല ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വാർഡിലൊക്കെ കിടക്കുകയാണെങ്കിൽ അടുത്തുള്ള രോഗികളൊക്കെ പറയാറുണ്ട് ഇല്ലേ, നമുക്ക് അനുഭവം ഉണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ. ഓരോരോ എന്റെ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താ ഓക്കെ, അപ്പൊ അങ്ങനെ ചിലവര് നിർബന്ധിച്ച് പോവാറുണ്ട്. പിന്നെ ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് ചില ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെന്ന് അവര് പറയുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിക്കാം ഇല്ലേ. ചിലപ്പോ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ രോഗിക്ക് എന്താണ് ചിലപ്പോ രോഗി മരണം വരെ സംഭവിക്കാം അല്ലെ. അപ്പൊ എന്താണ് അല്ലെങ്കിൽ ഇപ്പോ സർജറി ചിലപ്പോ നമ്മള് എന്താ നമ്മളിനി പഠിക്കും കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ പഠിക്കും. സർജറി ചെയ്യുന്നത് ചിലപ്പോ 10 പേപ്പറിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, ഇന്ന ഭാഗത്ത് ചെയ്യേണ്ടത് കൈമാറി ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്തു, അല്ലെങ്കിൽ ലെഫ്റ്റ് ലെഗിൽ ചെയ്യേണ്ടത് വേറെ ഒരു ഷോൾഡറിൽ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങള് പാകപ്പിഴകൾ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് അതും ഡിഫക്റ്റുകളാണ് അല്ലെ. അത് അവരുടെ ഉത്തരവാദിത്തമാണ് കറക്റ്റ് ആക്കി നോക്കി ചെയ്യേണ്ടത്. ചിലപ്പോ രോഗിക്ക് മരണം വരെ സംഭവിക്കാം ഇല്ലേ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലില് കാരണമാണ് രോഗി മരിച്ചത് എന്നുള്ള രീതിയിൽ ഓക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് രോഗി മരിച്ചത്, അല്ലെങ്കിൽ ഇന്ന ഡിഫക്റ്റുകൾ വന്നത്, ഇന്ന രോഗങ്ങൾ വന്നത് നിങ്ങൾ കൊടുത്ത മരുന്നിന്റെ. ചില ഹോസ്പിറ്റൽസ് നമ്മളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇപ്പൊ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ കുറെ മരുന്നുകൾ എഴുതാറുണ്ട് ഇല്ലേ. ഈ പ്രായമായവർക്ക് മരുന്നുകള് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. ആവശ്യത്തിന് ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഓരോ ഗ്യാസിന് മരുന്ന്, അതുപോലെ തന്നെ സോഡിയം കൂടാൻ മരുന്ന്, പൊട്ടാസ്യത്തിന് മരുന്ന്, അങ്ങനെ പല മരുന്നുകളും കൊടുക്കും. ചിലപ്പോ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ഈ മരുന്നുകൾ കഴിച്ചു കഴിയുമ്പോ 10-15 ഗുളിക ഒരു ദിവസം ഒരു രോഗിക്ക് ഉണ്ടാവും.
കാൽസ്യത്തിന് മരുന്ന്, അങ്ങനെ അങ്ങനെ പല പല മരുന്നുകൾ ഉണ്ടാവും. അപ്പൊ ആ മരുന്ന് ചിലപ്പോ കാലത്ത് ഒരു 10 മരുന്ന് ഉണ്ടാവും, ഉച്ചയ്ക്ക് ഒരു 5 മരുന്ന്, അങ്ങനെ അങ്ങനെ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ രോഗിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഫുഡ് കഴിക്കില്ല. അപ്പൊ ഫുഡ് കഴിക്കാതെ ആകുമ്പോ അവർക്ക് പല പല സോഡിയം കുറയും, പൊട്ടാസ്യം കുറയും, അപ്പൊ അതിന് മരുന്ന് കയറ്റും അല്ലെ. അങ്ങനെ അങ്ങനെ ശ്വാസം മുട്ട് വരാം, ഇൻഫെക്ഷൻ വരാം, അങ്ങനെ അങ്ങനെ പല അസുഖങ്ങളായിട്ട് ആ രോഗി ഡൗൺ ആയി പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്താ ഇപ്പോ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. പൊതുവെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാതിരിക്കാനും നമ്മൾ വിചാരിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ, നമ്മുടെ അനുഭവം കൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങള്. ഇപ്പോ അതെ 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 എന്താണ് എന്റെ മദർ ലോയ്ക്ക് വന്നത് ജസ്റ്റ് ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് കീറാൻ പറഞ്ഞു, വെച്ചിരിക്കണ്ട വേറെ വല്ല അസുഖമാകും അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഇവിടെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ പോയി പറവൂലുള്ളത്. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് ECG എടുത്തു. അതിനകത്ത് ഇങ്ങനെ വേരിയേഷൻ കണ്ടപ്പോ നോക്കി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തപ്പോ ഫുൾ ബ്ലോക്ക് ആണ്. അങ്ങനെ ബ്ലോക്കിനുള്ള കാര്യങ്ങൾ, മരുന്നുകള്, സ്റ്റെന്റ് ഇടണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സ്റ്റെന്റ് ഇടാൻ പറ്റില്ല, ഫുൾ ബ്ലോക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സർജറി വേണം. അപ്പോ അവര് പിന്നെ റെഫർ ചെയ്തത്, ഇവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല, ഒന്നല്ലെങ്കിൽ പിന്നെ മെഡിസിറ്റിയിൽ പോകണം, അല്ലെങ്കിൽ ലിസിയിൽ പോകണം. അങ്ങനെ അവിടെ നിന്ന് ബ്ലോക്കിന്റെ കാര്യങ്ങളും ഹാർട്ടിന്റെ ആയിട്ട് ബന്ധപ്പെട്ട 5 ദിവസം ആന്റിബയോട്ടിക് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് സ്ട്രോക്ക് വന്നു, കാല് രണ്ടും തളർന്നു പോയി. പിന്നെ ആകെ ലിസിയിൽ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച വീട്ടിൽ വന്നു. ആള് നടന്നൊക്കെ തുടങ്ങി, ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തത് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ലിസിയിലോട്ട് വീണ്ടും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഫുള്ളും 2 മാസം ഞാൻ ഹസ്ബൻഡും ഇവിടെ ജോലിക്ക് വരും. അത് വൈകുന്നേരം കഴിയുമ്പോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ലിസിയിലോട്ട് പോകും. അത് കഴിഞ്ഞ് ലിസിയിൽ ഞാൻ കാലത്ത് വരും, ജോലിക്ക് വരും. അങ്ങനെ അങ്ങനെ ഞാനും ഒറ്റ മോനാണ്. അങ്ങനെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. റിലേറ്റീവ്സ് ഒക്കെ വന്ന് നിൽക്കും, പക്ഷെ അവർക്ക് നൈറ്റ് ഒക്കെ വന്ന് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ, ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ അപ്പോ അതാണ് ആൾക്ക് ആ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ തടിപ്പ് ശരിക്കും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം പോയാൽ മതിയായിരുന്നു. അപ്പൊ ആൾക്കാരിങ്ങനെ പറയുമല്ലോ, കുറെ ആളുകൾ നമ്മൾ കാണാൻ വരും, ആൾക്കാർ പറയും അത് കൊണ്ട് കീറിക്കോ, അതിന് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. ഇപ്പൊ ഹാർട്ടിന്റെ പോയി, ഹാർട്ടിന്റെ മരുന്ന് ചെയ്തു. അത് പ്രായമായവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ചെയ്ത് ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ ഹാർട്ടിന്റെ ചെയ്തപ്പോ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് കഴിഞ്ഞപ്പോ കിഡ്നി കംപ്ലൈന്റ് ആയി. കുറെ മരുന്നുകൾ ഇങ്ങനെ കഴിച്ചോല്ലോ, പൊട്ടാസ്യം കുറഞ്ഞു, സോഡിയം കുറഞ്ഞു, അങ്ങനെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആള് 2 മാസം കഴിഞ്ഞപ്പോ ആള് മരിച്ചു. കിഡ്നി കംപ്ലൈന്റ് ആയി. 3 ദിവസം മൂത്രം പോവാതെ, യൂറിൻ പോവാതെ കിടന്നു. നമുക്കൊന്ന് ആലോചിച്ചേക്ക്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ 1 മണിക്കൂർ പോലും യൂറിൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. 3 ദിവസം ആൾക്ക് യൂറിൻ പോയില്ല. അത്രയും ഓർഗൻസ് ഒക്കെ കംപ്ലൈന്റ് ആയി. വെന്റിലേറ്ററിൽ കയറ്റി 2 ദിവസം കിടന്നു. അതിനുശേഷം ആള് മരിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പൊ അതാണ്. അപ്പൊ ഹസ്ബൻഡ് പറയാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കൊണ്ടുപോവാതിരിക്കുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടി നമുക്ക് ആളുണ്ടായാനെന്ന് പറയുന്നതാണ്. ഇവിടെ ഇപ്പോ ഹാർട്ടിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഹാർട്ടിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ പെട്ടെന്ന് നമ്മൾ ഇൻജക്ട് ചെയ്ത് ആളുടെ ശരിക്കും പറഞ്ഞാല് ഒരു 80 വയസ്സുണ്ടായിരുന്നു ആൾക്ക്. അപ്പൊ പെട്ടെന്ന് ആ സിറ്റുവേഷൻ, ഇപ്പൊ ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എന്നിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താ, സർജറി ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ അവർക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ അവർക്ക് പറയാം, ലിസിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും പ്രായമായി, പിന്നെ നിങ്ങളുടെ ഒരു റിസ്കിൽ ചെയ്യണ ആ ടൈമിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഉത്തരവാദിത്വം ഏൽക്കില്ല എന്നുള്ള രീതിയിലാണ് അവരും പറഞ്ഞത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതാണ് പറഞ്ഞത്, പ്രായമായവരെ നമ്മൾ അസുഖം വരുമ്പോ കൊണ്ടുപോകണം. പക്ഷെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലപ്പോൾ ഡെഡ് ബോഡി ആയിട്ടാണ് നമുക്ക് തിരിച്ച് കിട്ടാം, വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പാടില്ല, സർജറി ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ ഈ ഡോൺ ബോസ്കോയിൽ പറഞ്ഞത് സർജറി ചെയ്യണം, ഓപ്പൺ സർജറി എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ ആൾക്ക് വീട്ടിൽ വന്നപ്പോഴും അറ്റാക്ക് വന്നിരുന്നു, സൈലന്റ് അറ്റാക്ക്. അതുപോലെ തന്നെ പിന്നെ സ്ട്രോക്ക് വന്നു. അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടുകളായി ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതെ, ഫേസ് ചെയ്യണം, ശരിയാണ്. അപ്പൊ ഞാനൊരു അനുഭവം നിങ്ങളോട് പറഞ്ഞതാണ്. ഇങ്ങനെ പ്രായമായവർക്കൊക്കെ
അവര് പറയും എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകില്ല അല്ലെങ്കിൽ നോക്കണില്ല എന്നൊക്കെ പറയും. ശരിയാണ്. പക്ഷെ അത് അതിന്റെ ഒരു സൈഡ് എഫക്റ്റും കൂടി നമ്മൾ അറിയണം. ഇവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായവർക്ക് നമ്മൾക്കായാലും കണക്കാണ്. ഇപ്പോ അറ്റാക്ക് വന്ന് മരിക്കുന്നവരാണ് കൂടുതലും അല്ലെ ആൻജിയോഗ്രാം ചെയ്യണം. എവിടെ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ മിസ്മാരുടെ എന്താ ഫാദറിനൊക്കെ എല്ലാവരുടെയും ഇവിടെ മെമിസിന്റെ ഒക്കെ ഇപ്പൊ ഹോസ്പിറ്റലാണ് ആൻജിയോഗ്രാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആളിപ്പോ ലീവാ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ഇവിടെ. ഇപ്പൊ കൊറോണയുടെ ഒക്കെ വാക്സിനേഷൻ എടുത്തത് കാരണം ഇപ്പൊ എല്ലാ ആളുകൾക്കും അതോടുകൂടി അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറഞ്ഞ് അറ്റാക്കും കാര്യങ്ങളും എല്ലാവർക്കും ഫുൾ ബ്ലോക്ക് ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ. അപ്പൊ കൊണ്ടുപോകുമ്പോ ഒക്കെ ശ്രദ്ധിക്കാം. പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നത് ആവശ്യത്തിന് മാത്രം മരുന്നുകൾ കൊടുക്കാൻ നോക്കാം. ഇങ്ങനെയുള്ള പല മരുന്നുകളും കയറ്റുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും, ഫുഡ് കഴിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോ AMA ഡിസ്ചാർജ് മനസ്സിലായില്ലേ? നിർബന്ധിച്ചവര് ആരുടെ മനസ്സിലായില്ലല്ലോ മിസ്സിന്? ആതിരയുടെ ആ ഓക്കെ. ബുദ്ധിമുട്ടാണ് നമുക്ക്. ചിലപ്പോ വീട്ടിൽ നിൽക്കാൻ ആരില്ല, അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഈ വിസിറ്റേഴ്സ് വരുന്നത് അനുവദിക്കാതിരിക്കാട്ടോ. അതൊക്കെ ഇൻഫെക്ഷൻ കൂടാനായിട്ട് ഇടവരുന്നുണ്ട്. ചില ആൾക്കാർ വരും കാണാനായിട്ടൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ആൻജിയോഗ്രാം, അങ്ങനെ സ്ട്രോക്ക് വന്നവർക്കൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളും. ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ക്ലൈമറ്റ് ഒക്കെ മാറിയത് കൊണ്ട് തന്നെ ചുമ, ജലദോഷം ഇതൊക്കെയാണ്. വീട്ടിലുള്ളവർക്കും കണക്ക് തന്നെ ഇരിക്കുള്ളൂ. എന്നാലും ശ്രദ്ധിക്കുക. വിസിറ്റേഴ്സ് ഒക്കെ വരുന്നത് കൂടുതലും എങ്ങനെ കാണാതിരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് അവരോട് പറയാനും പറ്റില്ല, കാണാൻ വരണ്ട എന്ന് പറയാനും പറ്റില്ല. നമുക്ക് എടുത്തടിച്ച് തന്നെ പറയാനും പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. എന്നെ പറഞ്ഞു ഞാൻ പറയും അവർക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. അതെ, ഓക്കെ. നമുക്ക് നോക്കാട്ടോ. AMA ഫോം കണ്ടെയ്ൻസ്. AMA ഡിസ്ചാർജിന്റെ ആ ഫോം നമ്മൾ എന്ത് ചെയ്യുന്നത്? സമ്മതപത്രം സൈൻ ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ചെറുതായിട്ടുള്ളൊരു മാതൃകയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, I am leaving the hospital. I am leaving the hospital ward against the medical advisor. Doctor explains to me about my disease condition and the ill effects of discharge medical advisor. Doctors, hospital and staff will not be responsible for any ill effect that may happen after my departure. എന്താണ് അതിന്റെ ആ ഫോമിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ പേഷ്യന്റ് അവരുടെ ഇഷ്ടപ്രകാരം അല്ല അല്ലെ പോകുന്നത്. ഇഷ്ടപ്രകാരമാണ് പോകുന്നത്. ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് കൂടാതെ, അവരുടെ വൈദ്യോപദേശം കൂടാതെയാണ് അവർ നിർബന്ധിച്ച് പേഷ്യൻസ് നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങിയാണ് പോകുന്നത്. അപ്പോ അതിന്റെ ഒരു മാതൃക എന്ന് പറഞ്ഞാല് അവിടെ കൊടുത്തിരിക്കുന്നതിന്റെ ആ കൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ വൈദ്യോപദേശത്തിനെതിരായിട്ട് ആശുപത്രി വിടുകയാണ്. എന്റെ രോഗാവസ്ഥയെക്കുറിച്ചും ഡിസ്ചാർജ് മെഡിക്കൽ ഉപദേശത്തിനെ കുറിച്ചുള്ള ദൂഷ്യഫലങ്ങള് ഡോക്ടർ എന്നോട് വിശദീകരിച്ചു തന്നു. അല്ലെ, ഇന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന എഫക്റ്റുകള് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകള് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെന്താണ് നിർബന്ധിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. നെയിം ഓഫ് എ പേഷ്യന്റ് ഓർ റിലേറ്റീവ്. പേഷ്യന്റിന്റെ പേരോ അല്ലെങ്കിൽ റിലേറ്റീവിന്റെ പേരോ അവിടെ നമ്മൾ എഴുതി കൊടുക്കാം. റിലേഷൻ എന്താണ്? ഫാദർ ആണോ, മദർ ആണോ, മകനാണോ, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെന്താ? സിഗ്നേച്ചർ, ഡേറ്റ്, ടൈം. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മള് കൺസെന്റ് ഫോം ഫില്ല് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, ഒരു മാതൃകയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കൺസെന്റ് ഫോമിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ.
നെയിം ഓഫ് എ പേഷ്യന്റ് ഉണ്ട്, റിലേഷൻ ഉണ്ട്, സിഗ്നേച്ചർ, ഡേറ്റ്, ടൈം എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ആണ് എന്ത്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെ, നമുക്കറിയാം അല്ലെ. ഓക്കെ, either as the referral or as by patient request to transfer to another health care facility, refer to the process of moving a patient from one hospital or healthcare facility to another, usually for the purpose of getting specialized medical care or services that are not available at the present facility. എന്താണ് നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും കാരണത്താലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെഫർ ചെയ്ത് വിടുന്നത് അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിടാറുണ്ട്. ഒന്നല്ലെങ്കിൽ എന്താണ്, ഫെസിലിറ്റീസ്, നമ്മുടെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല, അദ്ദേഹത്തെ നോക്കാൻ രീതിയിലുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടും. പിന്നെ എന്താണ്, സ്പെഷ്യലൈസ്ഡ് കെയർ അത്യാവശ്യമായിട്ടുള്ള രോഗികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിഷ്യൻ റെഫർ ചെയ്ത് കൊടുക്കും അല്ലെ, മറ്റു ഡോക്ടേഴ്സിന് റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ചികിത്സ വ്യക്തമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള രോഗികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫിസിഷ്യൻ റെഫർ ചെയ്ത് വിടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, the transfer may be arranged by the healthcare provider or hospital where the patient is presently receiving care, or it may be requested by the patient or their family due to valid reasons. A physician's referral form is used to refer patients to a specialist for the medical treatment while transferring to another hospital. ഇനി അനദർ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു എന്താണ്, റെഫറൽ ഫോം ഫിസിഷ്യൻ കൊടുക്കും. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെഫറൽ ഫോം അങ്ങോട്ടേക്ക് കൊടുത്തു വിടുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് റെഫറൽ ഫോംസിൽ നമ്മൾ കൊടുക്കുന്നത്, രോഗിയുടെ പേരുണ്ടാവും. ഓക്കെ, രോഗിയുടെ പേരെന്താണ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത്, പിന്നെ അവർക്ക് കൊടുക്കുന്ന മെഡിസിന്റെ കാര്യങ്ങൾ, ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റെഫറൽ ഫോം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ഫിസിഷ്യൻ അങ്ങോട്ടേക്ക് ഒരു റെഫറൽ ഫോം കൊടുത്തുവിടും. അത് രോഗി അവിടെ എത്തിക്കുമ്പോ ആ സ്പെഷ്യലിസ്റ്റിന് എന്ത് കൊടുക്കണം, നമ്മൾ അത് കൈമാറേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് ട്രാൻസ്ഫർ ടു അനദർ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ വരുന്നത്. ഇനി എന്താ, ഡിസ്ചാർജ് ടു ഹോസ്പിറ്റൽസ് ഓർ പാലിയേറ്റീവ് കെയർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പാലിയേറ്റീവ് കെയർ ഇല്ലേ, വയ്യാതെ കിടക്കുന്ന രോഗികള്, കിടപ്പോടുകൂടി കിടക്കുന്ന രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോ ഓക്സിജൻ സിലിണ്ടേഴ്സ് വേണം, അല്ലെങ്കിൽ എന്താ ഡയപ്പർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് തരാറുണ്ട് ഇല്ലേ. നമ്മുടെ വീട്ടിൽ വന്ന് അവര് നോക്കും, പ്രഷർ ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങള് അല്ലെ. ഓക്കെ, ഒരു വണ്ടിയിലൊക്കെ വന്നിട്ട് നഴ്സുമാര്, 2 നഴ്സുമാരുണ്ടാവും അല്ലെ. എത്ര നഴ്സുമാരുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങളുടെ മദറിലോനെ കൊണ്ടുവരുമ്പോ അവരോട് പറയാന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അതിന് മുമ്പ് ആള് മരിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. അപ്പൊ എന്താ അനുഭവമുള്ളവര് BP നോക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കൊക്കെ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോ ഇങ്ങനെ വണ്ടിയില്, വലിയൊരു വണ്ടിയായിരിക്കും, അതില് ഇങ്ങനെ നഴ്സും ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ BP, അതുപോലെ തന്നെ എന്താ ഡയപ്പർ, അവർക്കിപ്പോ പിന്നെ ഇപ്പൊ മോഷനൊക്കെ പോകുമ്പോ അത് ബുദ്ധിമുട്ടാണ്, ബെഡിലൊക്കെ ആവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കവറുകള്, അങ്ങനെ ഒരു എന്താ പറയാ അതിന്, അങ്ങനെയുള്ള ഷീറ്റുകളൊക്കെ അവര് തരാറുണ്ട്. ഷീറ്റ് തരാറുണ്ട്, ഡയപ്പർ തരും. അതുപോലെ തന്നെ ഇങ്ങനെ BP ചെക്ക് ചെയ്യും, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാലിയേറ്റീവ് കെയറുകാർ ചെയ്തു തരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ഈ നോക്കാം, ഡിസ്ചാർജ് ടു ഹോസ്പിറ്റൽസ് ഇല്ല, തരാറില്ല. ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അവരോട് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ഓക്കെ യെസ് ഓക്കെ തന്നില്ല അല്ലെ. ഓക്കെ,
ഇല്ല. ഓക്കെ, അപ്പൊ ചിലപ്പോ ഡിസ്പോസലിന്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്, ഡയപ്പർ കാര്യങ്ങളും എല്ലാം തരുന്നതാണ്, ഷീറ്റുകളായാലും എല്ലാ കാര്യങ്ങളായാലും അവർ തരുന്നതാണ് കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. നോക്കാം. Discharge to hospice or palliative care means the process of transferring a patient from a hospital or health care facility to a specialized program or facility that provides end of life care for patients with serious or terminal illnesses. അപ്പൊ എന്താ പറയുന്നത്, ഇവിടെ ഗുരുതരാവസ്ഥയിലോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അവരുടെ ജീവിത അവസാനം വരെ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഹോസ്പൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ ഹോസ്പൈസ്, അഭയ കേന്ദ്രം. നമ്മള് ഇൻട്രൊഡക്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഹോസ്പൈസ്, അഭയ കേന്ദ്രം. ഗുരുതരാവസ്ഥയിലോ മാരകമായിട്ടുള്ള രോഗങ്ങളാലോ കിടക്കുന്ന രോഗികൾക്ക് അവരുടെ ജീവിത അവസാനം വരെ നല്ല രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മള് ഹോസ്പൈസ് എന്ന് പറയുന്നത്. ഓക്കെ, കിടപ്പ് രോഗികള്, അതുപോലെ തന്നെ അനാഥര്, ആരുമില്ലാത്തവര് നോക്കാനായിട്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് 4 ടൈപ്സിൽ വരുന്നത്. നിർബന്ധമായിട്ടും പഠിക്കുക ടൈപ്പ് ഏതാണെന്നുള്ളത്. അതുപോലെ തന്നെ ഓരോന്നിന്റെയും എന്താണ് നമ്മുടെ AMA ഡിസ്ചാർജ് അല്ലെ, അതിന്റെ ഫുൾ ഫോം പഠിക്കുക, കൺസെന്റ് ഫോം ഒന്ന് വാങ്ങിച്ചു വെക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താ, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്താണ്, ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. വാങ്ങിച്ചു നോക്കിയേ, 4 കാര്യങ്ങളും കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ, വായിച്ചു നോക്കാം. വായിച്ചു നോക്കാനാണ് സമയം തന്നിരിക്കുന്നത്. ടൈപ്സ്, ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ അത്രയും വരെ വായിച്ചു നോക്കിയെടുക്കുന്നത് വരെ.
വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് ആണ് എന്ത് തിങ്സ് യു ക്യാൻ ഇംപ്ലിമെന്റ് റൈറ്റ് away to remove the obstacles in your discharge process and improve revenues. എന്താണ് obstacles എന്ന് പറഞ്ഞാല്? എന്താണ് obstacles? എന്തായിരിക്കാം മീനിങ്? തടസ്സങ്ങള് അല്ലെ? അപ്പൊ ഡിസ്ചാർജ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന തടസ്സങ്ങള് റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ റവന്യൂ? എന്താ? ഇൻകംസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും എന്താണ് അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടെ നോക്കിയേ, അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ഓരോ ചാപ്റ്റേഴ്സിൽ പഠിക്കാറുണ്ട്. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ അല്ലെ, ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ചാർജ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. എന്താണ്? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം അല്ലെ, കറക്റ്റ് ആയിട്ട് ബില്ലിംഗ് നടത്തുന്നുണ്ടോ എന്നുള്ളത്. ഇനി എന്താണ്? ഇലക്ട്രോണിക് ചാർട്ട് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ, എല്ലാ സിസ്റ്റങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ, കറക്റ്റ് ആയിട്ട് ചാർട്ട് ചെയ്യുന്നുണ്ടോ, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെന്താ? ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷന്റെ സമയത്ത് ഒരു രോഗി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ ദിവസത്തിലാണ് ഡിസ്ചാർജ് പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ എന്താണ്? ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. എന്താണ്? നല്ല രീതിയിൽ രോഗികൾക്ക് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ട്, ഡോക്ടേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ നഴ്സുമാരെ കൊണ്ട് മാത്രം പറ്റുമോ? എല്ലാവരും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഓരോ രോഗികൾക്കും അല്ലെ, അവിടെ വരുന്ന ഓരോ രോഗികൾക്കും നല്ല രീതിയിൽ കെയർ, ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. പിന്നെന്താ? ബെഡ് മാനേജ്മെന്റ് കറക്റ്റ് ആണോ? ബെഡുകൾ ഉണ്ടോ? കൃത്യമായിട്ട് രോഗികൾക്ക് എടുക്കാനായിട്ട് ബെഡുകൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. Ensure discharge medications reach the what as എന്താണ്? ASAP എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഫുൾ ഫോം എന്തായിരിക്കും? ASAP, as soon as possible. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? എത്രയും പെട്ടെന്ന് അല്ലെ, as soon as possible. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഡിസ്ചാർജിന്റെ സമയത്ത് മെഡിസിനുകൾ വീട്ടിലേക്ക് നമ്മൾ കൊടുത്തു വിടണം അല്ലെ. അപ്പൊ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വാർഡിലേക്ക് ആ മെഡിസിനുകൾ എത്തിച്ചു കൊടുക്കാം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് കറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടാണോ നടത്തുന്നത് എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? ഇനി എന്താ? പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഡിസ്ചാർജ്. പോളിസീസ് എന്താണ്, പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ? പർപ്പസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ്? ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ? എന്താ? അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പർപ്പസ് എന്താണ്? ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യൻസ് ഫ്രം ഹോസ്പിറ്റൽസ്. എന്താണ്? ഓരോ പേഷ്യൻസിനും എന്താണ് എഫക്റ്റീവ് ആയിട്ട് അല്ലെ, ഡിസ്ചാർജ് ആയി പോകുന്ന ഓരോ പേഷ്യൻസിനും ആ പോകുന്ന സമയത്ത് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഓരോ കാര്യങ്ങളും അല്ലെ നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ചാർജ് ആയി പോകുന്നത് വരെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും എഫക്റ്റീവ് ആയിട്ടും ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുള്ള റിസോഴ്സസുകൾ, ഫേവറബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. സോറി കേട്ടോ, പർപ്പസ് ഞാൻ പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് പോളിസിയിലോട്ട് ആ പോയിന്റിലോട്ട് പോയല്ലേ? ആണോ? നിങ്ങൾ ആരൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ. പർപ്പസ് എന്താ? ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. എന്താണ് ഇൻപേഷ്യൻസ്? ആരാ ഇൻപേഷ്യൻസ്? അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. അവർക്ക് എന്ത് കൊടുക്കണം? ആ ഡിസ്ചാർജ് പ്രോസസ്സിങ് അല്ലെ, ഡിസ്ചാർജിനുള്ള
ഓരോ കാര്യങ്ങൾ അല്ലെ, ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ നിർദ്ദേശങ്ങളായാലും ഗൈഡ് ലൈൻസുകളായാലും ഓക്കെ, ഓരോ പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇനി പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പേഷ്യൻസ് are discharged effectively and efficiently, allowing the most favorable resources. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്, അവിടെ അഡ്മിറ്റ് ആയ പേഷ്യൻസിന് ഡിസ്ചാർജ് ആയി പോകുന്നത് വരെ അവിടെയുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമ്മൾ ഓരോ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെന്താ രണ്ടാമത് പറയുന്ന കാര്യം, ആൻഡ് ഓതറൈസ് ദ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് shall only be made by an order from the primary consultant. എന്താണ് പ്രൈമറി കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആരെയായിരിക്കാം പ്രൈമറി കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാല്? and authorize the hospital discharge shall only be made by an order from the primary consultant. ഡോക്ടർ അല്ലെ, അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്ന് പറയാം അല്ലെ. ഓക്കെ, പ്രൈമറി കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാല് ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓതറൈസ് ദ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗീകരിക്കപ്പെട്ട ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആണെങ്കിൽ, ഡോക്ടർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡിസ്ചാർജ് അല്ലെ, ഡോക്ടറുടെ എന്താണ് ഡോക്ടർ സമ്മതിച്ചിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആണെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അംഗീകരിച്ചിട്ടുള്ള ഡിസ്ചാർജ്, ഡോക്ടറുടെ ആ ഫിസിഷ്യൻ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം, പ്രോപ്പർ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാം ഡിസ്ചാർജ്. ഇനി എന്താ ഹൗ എവർ എ പേഷ്യന്റ് മേ ഡിസ്ചാർജ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? AMA ഡിസ്ചാർജ്, ഡാമ അല്ലെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഒക്കെ. അപ്പൊ ഇവിടെ രണ്ട് രീതിയിലുള്ള ഡിസ്ചാർജിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അംഗീകരിക്കപ്പെട്ട ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആണെങ്കിൽ ഫിസിഷ്യൻ പറയുന്നത് വരെ, ഇപ്പൊ ഒരാഴ്ച കിടന്നിട്ട് ഡിസ്ചാർജ് ആക്കാം അല്ലെ, ഫിസിഷ്യൻ പറയുന്നത് പ്രകാരമായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അല്ലെ, ഫിസിഷ്യൻ പറയുന്നത് രീതിയിലുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ. ഇനി അതർവൈസ് AMA ഡിസ്ചാർജ് ആണെങ്കിൽ ആരാണ് പറയുന്നത്? ഡോക്ടറാണോ പറയാ? ഡോക്ടറോ രോഗിയോ പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണമെന്ന്? ഡോക്ടർ അല്ല, രോഗിയാണ് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഫാമിലി ആയിരിക്കും പറയുന്നത് അല്ലെ. ഇന്ന രോഗിയെ ഇപ്പൊ വിടണം അല്ലെങ്കിൽ വീട്ടിലേക്ക് വിടണം എന്ന് പറയുന്നത് ഫാമിലിയോ പേഷ്യന്റോ ആണ് അല്ലെ. അപ്പൊ രോഗി നിർബന്ധിച്ച് വീട്ടിലേക്ക് പോകുന്ന ഡിസ്ചാർജിനെയാണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ആയി പോകുമ്പോ എന്താണ് കറക്റ്റ് ആയിട്ടല്ലേ രോഗിക്ക് എന്താണ് AMA ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡാമ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് ഡോക്ടറുടെ വൈദ്യോപദേശം കൂടാതെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ എന്ത് കൊടുക്കണം? അവിടെ ഒരു കൺസെന്റ് ഫോം ഫില്ല് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഡിസ്ചാർജ് ആണ്. ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഉണ്ട്, AMA ഡിസ്ചാർജ് ഉണ്ട് അല്ലെ. ഡിസ്ചാർജ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ വൈദ്യോപദേശം കൂടാതെയുള്ള ഡിസ്ചാർജ് ആണ് AMA ഡിസ്ചാർജ് പോലെയുള്ളവ. ഇനി ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആണെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ എന്താണ് പ്രൈമറി കൺസൾട്ടന്റ് പറയുന്നത് പ്രകാരം ഉള്ള ഡിസ്ചാർജ് ആണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? വായിച്ചോക്കെ പർപ്പസും പോളിസീസും പ്രവരെടുക്കുന്നുള്ളൂ. ഈ 3 പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതെ, റുട്ടീൻ അങ്ങനെയാണ് കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.
ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് എന്താണ്? ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇൻട്രൊഡക്ഷനിലെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഡിസ്ചാർജ് എന്താണെന്നുള്ളത്. അതുപോലെ ടൈപ്പുകൾ അറിയാലോ നിങ്ങൾക്ക്, അത് നോക്കി വെക്കാം കേട്ടോ. ടൈപ്പുകള്, അതുപോലെ തന്നെ AMA ഡിസ്ചാർജ്, അതിന്റെ AMA ഫുൾ ഫോം, ആ കൺസെന്റ് ഫോമിലുള്ള ആ കാര്യങ്ങൾ, നെയിം വേണം, റിലേഷൻ, സിഗ്നേച്ചർ, ഡേറ്റ്, ടൈം ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളും പർപ്പസ് എന്താണെന്നുള്ളത് പഠിക്കാം. ബാക്കി പോളിസീസ് 2 പോയിന്റും വായിച്ച് കൊണ്ടുവരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. വേറെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര വരെ എടുത്തതില്? ഇല്ല. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.